കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ സ്വർണ്ണവിപണിയിൽ വലിയ ചാഞ്ചാട്ടങ്ങളാണ് കണ്ടത്. മാർച്ച് 23 തീയതി മുതൽ വിലയിൽ വലിയ മാറ്റങ്ങൾ ആരംഭിച്ചു. ഈ മാറ്റങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്താണ്? ആഗോള വിപണിയിലെ അനിശ്ചിതാവസ്ഥ, അമേരിക്കൻ ഡോളറിന്റെ ശക്തി, രൂപയുടെ മൂല്യത്തകർച്ച, കൂടാതെ പല രാജ്യങ്ങളുടെയും സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങുന്ന പ്രവണത. ഇവയെല്ലാം സ്വർണ്ണവില ഉയരാൻ പ്രധാന കാരണങ്ങളാണ്. ഇനി ദിവസങ്ങളിലേക്ക് നോക്കുമ്പോൾ ഈ ഘടകങ്ങൾ തുടർന്നാൽ വിലയിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാർച്ച് 23 രാവിലെ ഒരു പവൻ സ്വർണം 1,02,680 രൂപ ആയിരുന്നു. പക്ഷേ ഉച്ചയോടെ വില കുത്തനെ ഇടിഞ്ഞ് 99,480 രൂപ ആയി. ഈ മാസത്തിലെ ഏറ്റവും കുറഞ്ഞ വില. എന്നാൽ വൈകുന്നേരത്തോടെ വീണ്ടും ഉയർന്ന് 1,01,080 രൂപ ആയി. രാത്രിയോടെ ശക്തമായി കുതിച്ചുയർന്ന് 1,05,080 രൂപ ആയി. മാർച്ച് 24 രാവിലെ 1,02,920 രൂപ ആയിരുന്ന വില ഉച്ചയോടെ 1,04,800 രൂപ ആയി ഉയർന്നു. മാർച്ച് 25 വിപണി കൂടുതൽ ശക്തമായി. രാവിലെ 1,07,560 രൂപ ആയ സ്വർണം വൈകുന്നേരത്തോടെ 1,08,200 രൂപ ആയി. മാർച്ച് 26 ചെറിയ ഇടിവാണ് കണ്ടത്. രാവിലെ 1,07,720 രൂപ ആയിരുന്ന വില ഉച്ചയോടെ 1,06,000 രൂപ ആയി താഴ്ന്നു. മാർച്ച് 27 വീണ്ടും ചെറിയ ഉയർച്ച. രാവിലെ 1,06,120 രൂപ ആയിരുന്ന വില രാത്രിയോടെ 1,06,760 രൂപ ആയി. ഇന്ന് മാർച്ച് 28 സ്വർണ്ണവില വീണ്ടും ഉയർന്ന് 1,08,600 രൂപ ആയി എത്തി. ഈ ആഴ്ച മുഴുവൻ നോക്കുമ്പോൾ വിലയിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവസാനം സ്വർണം ശക്തമായ ഉയർച്ചയിലേക്കാണ് പോയത്. ഇനി ചോദ്യം: സ്വർണ്ണവില ഇനിയും ഉയരുമോ? അല്ലെങ്കിൽ വീണ്ടും ഇടിവ് ഉണ്ടാകുമോ? ഡോളർ ശക്തമാകുകയും രൂപ ദുർബലമാകുകയും ചെയ്താൽ ഇനിയും വില ഉയരാൻ സാധ്യതയുണ്ട്. അതേസമയം ആഗോള വിപണി സ്ഥിരതയിലായാൽ ചെറിയ ഇടിവും കാണാം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.